അവൻ വരുന്ന ദിവസമാണ്. കഴിയുമെങ്കിൽ അവനെ തോൽപ്പിച്ചു ഞങ്ങളെ രക്ഷിക്കുക. എന്നാൽ നിന്നെ രാജാവായി വാഴിക്കാം എന്ന് നാഗങ്ങൾ നാഗഭൂതത്തോട് പറഞ്ഞു. നാഗഭൂതം അതനുസരിച്ചു നാഗശത്രുവിനെയും കാത്തിരുന്നു. അപ്പോൾ കിഴക്കുനിന്നും വിഷ്ണുവാഹകനായ പക്ഷിരാജാവ് ഗരുഡന്റെ വരവായി. അതുകൊണ്ട് നാഗങ്ങൾ ഓടിയൊളിച്ചു. നാഗഭൂതം അനങ്ങിയില്ല. ഗരുഡൻ വന്നപ്പോൾ അവൻ ഗരുഡനോട് യുദ്ധം ആരംഭിച്ചു. ഗരുഡൻ ആദ്യമായി നാഗഭൂതത്തെ പ്രഹരിച്ചു. നാഗഭൂതം തിരികെയും പ്രഹരിച്ചു. ഇങ്ങനെ യുദ്ധം തുടർന്നുകൊണ്ടിരുന്നു. കുറച്ചു കഴിഞ്ഞപ്പോൾ നാഗഭൂതം തളർന്നു തുടങ്ങി. വിജയസാധ്യതയില്ലെന്ന് മനസ്സിലാക്കിയ നാഗഭൂതം ഉടനെ അവിടെ നിന്നും ഓടി ശിവനെ അഭയം പ്രാപിച്ചു. ഗരുഡനും ഉടനെ അവിടെ എത്തി നാഗഭൂതത്തെ വിട്ടുതരണമെന്നു ശിവനോട് ആവശ്യപ്പെട്ടു. അപ്പോൾ ശിവൻ ഒരു വ്യവസ്ഥ വച്ചു. ഇനി ഗരുഡനെ ദ്രോഹിക്കുകയാണെങ്കിൽ എന്തു വേണമെങ്കിലും ചെയ്തു കൊള്ളാനും തൽക്കാലം വെറുതെ വിടുവാനും ശിവൻ ഗരുഡനോട് കൽപ്പിച്ചു. ഗരുഡൻ അതനുസരിച്ചു തിരിച്ചുപോയി. തുടർന്ന് ശിവൻ നാഗഭൂതത്തെ